പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ അച്ഛന് വേണ്ടി ആ തീരുമാനം എടുത്തിരിക്കുകയാണ് ഇഷ. ഇനി വിവാഹത്തിന് താനായി എതിര് നിൽക്കുന്നില്ല എന്നുള്ള കാര്യം റാം മോഹനെ ചെന്ന് കണ്ട് ഇഷ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അച്ഛന് സന്തോഷം ഉണ്ടാവണം, അതുമാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഞാൻ കാരണം ഒരിക്കലും അച്ഛൻ വിഷമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ പറയുന്ന ആളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് ആ കാര്യത്തിൽ ഇനി യാതൊരു തടസ്സവും പറയാനില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇഷ. അപ്രതീക്ഷിതമായ ഈ തീരുമാനം ഇഷയുടെ അച്ഛനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ ഇഷയുടെ വിവാഹത്തിന്റെ നീക്കങ്ങൾ ഉടൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് റാം മോഹൻ സന്തോഷിച്ചിരിക്കുകയാണ്. പക്ഷേ തൻ്റെ മനസ്സിലെ ദുഃഖങ്ങളെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ സന്തോഷം കണ്ട് വളരെയധികം സന്തോഷത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈശ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ബബ്ലുവിനെ ഫോൺ ചെയ്യുന്ന ഇഷ എന്നെ എന്നേക്കുമായി മറക്കണമെന്നും ഞാനും ബബ്ലുവിനെ എന്നേക്കുമായി മറക്കാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്നും പറഞ്ഞിരിക്കുകയാണ്. ഇനിയൊരിക്കലും ബബ്ലുവിനെ കാണുന്നതിനോ ഫോൺ ചെയ്യുന്നതിനോ ഞാൻ തയ്യാറാവുകയില്ല. ബബ്ലുവിനോടുള്ള അവസാന കോളാണ് ഇത്. ബബ്ലുവിൻ്റെ ഓർമ്മകളെല്ലാം ഇന്ന് തന്നെ ഞാൻ കത്തിച്ച് കളയുകയും ചെയ്യും. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ബബ്ലു. ഇതോടെ ഇഷയില്ലാതെ എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് ബബ്ലു ഉറക്കെ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇഷ അതെല്ലാം കേട്ടെങ്കിലും വിഷമത്തോടെ ഫോൺ കട്ട് ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി എന്ന് ആലോചിച്ച് ആകെ തകർന്നു പോകുന്ന ബബ്ലു ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്നു. പക്ഷേ ഇതിനിടയിലാണ് അഭിഷേകിന്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ല എന്ന യാഥാർത്ഥ്യം ദേവപാല തിരിച്ചറിയുന്നത്. ഇതോടെ ഇനിയും ഇങ്ങനെ അഭിഷേകിന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കണമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. എല്ലാ കാര്യവും എൻ്റെ മുന്നിൽ വ്യക്തമായി കഴിഞ്ഞു. അവന് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ഞാൻ അതിനുവേണ്ടി എത്ര നാൾ കാത്തിരുന്നിട്ടും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. അതുകൊണ്ട് ഇനി പ്രതീക്ഷകളെല്ലാം മാറ്റിവെച്ച് റിയാലിറ്റി അംഗീകരിക്കാം എന്നുള്ള തീരുമാനം എടുക്കുന്ന ദേവബാല അഭിഷേകിനെ ചെന്ന് കണ്ടിരിക്കുകയാണ്. അഭിഷേകിനോട് ഞാൻ ഒരുപാട് അഭിഷേകിനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ഇനിയൊരിക്കലും അഭിഷേകിന് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ല. ഞാൻ ഉറപ്പു തരികയാണ്, ഇനി നമ്മൾ തമ്മിൽ കാണുക പോലും ഇല്ല എന്നുള്ള കാര്യം. അഭിഷേക് കെട്ടിയ താലി ഞാൻ കൊണ്ടുപോവുകയാണ് അഭിഷേകിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി. പക്ഷേ അഭിഷേകിനെ ശല്യം ചെയ്യുന്നതിന് ഇനി ഒരിക്കലും ദേവബാല വരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അച്ഛനെ ചെന്ന് കാണുകയാണ് ദേവബാല. ദേവരാജനോട് അച്ഛ, മതി അച്ഛ, എനിക്കിവിടെ മടുത്തു കഴിഞ്ഞു. ഇനിയും ആവശ്യമില്ലാതെ ഓരോ പ്രതീക്ഷകളുമായി ഇവിടെ ജീവിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി നമ്മുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. ഇത് കേൾക്കുന്ന ദേവരാജൻ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയാണ്. എന്തു പറ്റി മോളെ, അഭിഷേക് വല്ലതും നിന്നെ പറഞ്ഞു എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇല്ല അച്ഛ എന്ന് വ്യക്തമാക്കുകയാണ് അവൾ. അഭിഷേകിന്റെ ജീവിതത്തിലോ മനസ്സിലോ ഞാനില്ല. അത് മറ്റൊരു പെൺകുട്ടി കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് സമയം കളയാനോ
അവനെ ഉപദ്രവിക്കാനോ ഞാൻ തയ്യാറല്ല. നമുക്ക് പോകാം എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ദേവരാജൻ അത് ശരിവെച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. വിവാഹത്തിന്റെ കാര്യങ്ങളെല്ലാം പോസിറ്റീവായി തന്നെയാണ് പോകുന്നത് എന്നും വിവാഹം നടക്കുമെന്നും അറിഞ്ഞതിനെ തുടർന്ന് രാഹുൽ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ്. ഇനി സ്വത്തുക്കളെല്ലാം ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ കയ്യിലേക്ക് വന്നു ചേരും. അധികം വൈകാതെ തന്നെ വീണ്ടും പഴയ പ്രതാപം എനിക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ ഫോൺ കോൾ രാഹുലിനെ തേടിയെത്തുന്നത്. രാഹുൽ ചതിച്ച രാഹുലിന്റെ എക്സ് കാമുകിയായിരുന്നു അത്. അവിടേക്ക് വരികയും ഇതേ തുടർന്ന് രാഹുലിനോട് വിവാഹം ഉറപ്പിച്ചു എന്നുള്ള കാര്യമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന രാഹുൽ, നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്. എൻ്റെ സ്വഭാവം നിനക്ക് കൃത്യമായി അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന്, എനിക്ക് കൃത്യമായി എല്ലാ കാര്യവും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിമിഷത്തിനായി കാത്തിരുന്ന് ഞാൻ കടന്നു വന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ പറയുന്ന തുക എനിക്ക് നൽകണം. ഇല്ലെങ്കിൽ ഈ വിവാഹം മുടങ്ങും. കോടീശ്വരിയായ ഇഷയെ നിനക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നീ തീരുമാനം എത്ര പെട്ടെന്ന് പറയുന്നു അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന അവർ, എന്നെ ചതിക്കാനാണ് നീ ശ്രമിക്കുന്നത് എങ്കിൽ തിരിച്ചടികൾ നിനക്ക് തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം മറക്കേണ്ട എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ അപകടം മനസ്സിലാക്കുന്ന രാഹുൽ തൽക്കാലത്തേക്ക് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവുകയും എൻ്റെ വിവാഹം കഴിയുന്നത് വരെ ക്ഷമിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇതോടെ രാഹുലിൻ്റെ കൂടെ ഈ വീട്ടിൽ തന്നെ അതുവരെ താമസിക്കാനാണ് തൻ്റെ തീരുമാനമെന്ന് അവർ അറിയിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.